ആക്നെ, ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് സർക്കിൾസ് ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ ഒട്ടുമിക്കവാറും ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിലൊക്കെ ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. പക്ഷേ ഏത് നല്ലത്, ഏതിട്ട വെള്ളപ്പാണ്ട് വരുമ്പോൾ നമുക്ക് ഒരു പിടുത്തവും ഇല്ല. മാത്രമല്ല നല്ലതൊരെണ്ണം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നിക്ക് തീർന്ന വിലയായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ഈ ഇഷ്യൂസ് ഒക്കെ എങ്ങനെ മാറ്റാം, ഒരു എക്സ്റ്റെൻഡ് വരെ മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് വീഡിയോ ഇടാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പിമ്പിൾസിൽ നിന്ന് തുടങ്ങാം. പിമ്പിൾസിനുള്ള ഒരു സൊല്യൂഷൻ, പിമ്പിൾസ് എന്നല്ല, നമുക്ക് സ്കിൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക കണ്ടീഷനുകൾക്കും ഉള്ള ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കറ്റാർവാഴ എന്ന് പറയുക. അപ്പം ഇത് ഒട്ടുമിക്ക കോസ്മെറ്റിക്സിലും ഒട്ടുമിക്ക സ്കിൻ കെയർ ക്രീമിലും മോയ്സ്ചറൈസറിലും ഇതിലെല്ലാം ആലോവേറ ഇൻക്ലൂഡഡ് ആണ്. ആലോവേറയിൽ സാലിസിലിക് ആസിഡ് ആൻഡ് സൾഫർ ഉണ്ട്. 2017 നടത്തിയ റിസർച്ചിൽ നിന്ന് കണ്ടുപിടിച്ചാണ് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്നെ കുറയും എന്നുള്ളത്. അത് മാത്രമല്ല 2018 നടത്തിയ ഒരു സ്റ്റഡിയിൽ നിന്ന് കണ്ടുപിടിച്ചാണ് ആലോവേറയും ട്രെറ്റിനോയും അതായത് ടീ ട്രീ ഓയിൽ കൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഈ ആക്നെയ്ക്ക് നല്ലൊരു സൊല്യൂഷൻ ആയിട്ടാണ് കണ്ടുപിടിച്ചത്. പക്ഷേ ഇതിനെ ബാക്കപ്പ് ചെയ്യുന്ന ഒരുപാട് റിസർച്ചുകളൊന്നും അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ ഒരു കറ്റാർവാഴ വെട്ടിയെടുക്കുക, അതിനകത്തുള്ള ആ ജെല്ല് പാർട്ട് മാത്രം എടുത്ത് നിങ്ങളുടെ മുഖത്ത് തേക്കുക. അത് മതി, ധാരാളം. ഒരു 10-15 മിനിറ്റ് നിങ്ങൾ തേച്ച് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി മുതൽ രാവിലെ വരെ ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം, നോ ഇഷ്യൂസ്. രണ്ടാമത്തെ ഇഷ്യൂ ആണ് ഡാർക്ക് സ്പോട്ട്. ഡാർക്ക് സ്പോട്ട് കൂടുതലും ഉണ്ടാകുന്ന ഈ പിമ്പിൾസ് വന്നിട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ പിമ്പിൾസ് വരുമ്പോൾ കുത്തി പൊട്ടിക്കുമ്പോഴും അത് പോകുമ്പോൾ അതിനുശേഷമുള്ള ആ പിഗ്മെന്റേഷൻ ആണ് ഈ ഡാർക്ക് സ്പോട്ട്സ്. അപ്പോൾ ഒട്ടുമിക്കവരും ഫേസ് ചെയ്യുന്ന ഈ പിമ്പിൾസ് വന്നതിന് പോകുമ്പോൾ ഉള്ളൊരു ഇഷ്യൂ ആണ് ഇത്. ഇതിന് വേണ്ടി സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ക്രീമൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഓവർ ടൈം ഇത് താനേ മാറുന്നൊരു ഇഷ്യൂ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു തൃപ്തി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കറ്റാർവാഴ തന്നെ യൂസ് ചെയ്യാം. ഈ ആലോവേറയിൽ ആലോവേൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ട്. ഈ ഒരു കോമ്പൗണ്ട് ഒരു നാച്ചുറൽ ഡീപിഗ്മെന്റേഷൻ കോമ്പൗണ്ട് ആണ്. അത് യൂസ് ചെയ്ത് നാച്ചുറലി നമ്മുടെ സ്കിൻ ഒന്ന് ലൈറ്റൻ ചെയ്യാൻ പറ്റും എന്നാണ് 2012 നടത്തിയ സ്റ്റഡിയിൽ നിന്ന് കണ്ടുപിടിച്ചത്. മൂന്നാമത്തെ ഡാർക്ക് സർക്കിൾസും ഐ ബാഗ്. ഒട്ടുമിക്ക ചെക്കന്മാരും ഫേസ് ചെയ്യുന്ന, ചെക്കനാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരേ രീതിയിൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഡാർക്ക് സർക്കിൾസ് ഐ ബാഗ്. ഈ ഡാർക്ക് സർക്കിൾസും ഐ ബാഗ് ഇത് രണ്ടും ഇന്റർലിങ്ക്ഡ് ആണെന്നും പറയാം. ഇത് രണ്ടും വരുന്നതിന് മെയിൻ റീസൺസ് കുറച്ചുണ്ട്. അത് ഒന്നെങ്കിൽ ചിലപ്പം ഉറക്കം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓവറായിട്ട് ഈ ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പ് ബ്ലൂ ലൈറ്റ് ഒക്കെ എക്സ്പോസ് ആവുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജനറ്റിക്സ് ആയിരിക്കാം. ഈ ജനറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് മാറത്തില്ല. അതായത് എനിക്കുണ്ട് ഇവിടെ ചെറിയൊരു ഐ ബാഗ് പോലെ ഈ ഒരു മാർക്ക്. അതിന്റെ ജനറ്റിക്സ് ആണ്, എനിക്ക് എൻ്റെ ഫാദറിൻ്റെ കിട്ടിയത്, എനിക്ക് മാറത്തില്ല. അപ്പോൾ ഒരു നാച്ചുറൽ കോസ് കാരണം ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം തന്നെ, നിങ്ങൾക്ക് ഈ ഗ്രീൻ ടീയുടെ ബാഗില്ലേ, ഈ ബാഗിൽ കിട്ടുന്ന ഗ്രീൻ ടീ എടുത്തിട്ട് ഒരു 10 to 15 സെക്കൻഡ്സ് വെള്ളത്തിൽ മുക്കുക. ആ മുക്കിയിട്ട് അത് അതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 15 to 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം ഇതെടുത്ത് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ വെക്കുക. അത് വെക്കുക ഒരു 15 to 20 മിനിറ്റ്സ് വെച്ചിട്ട് എടുത്ത് മാറ്റി കളഞ്ഞിട്ട് അതിന് തണുത്ത വെള്ളത്തേക്ക് കഴുകുക. ഈ ഗ്രീൻ ടീക്ക് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള സാധനമാണ്. അതുപോലെ തന്നെ ഈ ഗ്രീൻ ടീയിലുള്ള കാഫീനും ആ തണുപ്പും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡ് വെസൽസിനെ അത് കൺസ്ട്രക്ട് ചെയ്യും. ദയവായി അതിന് ആ ഒരു ഡാർക്ക് കളറിന്റെ അപ്പിയറൻസ് ഒന്ന് കുറയ്ക്കാനും സഹായിച്ചേക്കുക. നാലാമത്തെ ബ്ലാക്ക് ഹെഡ്സ്. ബ്ലാക്ക് ഹെഡ്സ് എങ്ങനെ മാറ്റും എന്ന് പറയുന്നതിന് മുമ്പ് ബ്ലാക്ക് ഹെഡ്സ് എന്താണെന്ന് കൂടെ അറിഞ്ഞിരിക്കുക. ചിലരുടെ മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ അഴുക്കൊക്കെ കയറി അടയുമ്പം അത് ആ കറുത്ത കളറിൽ ഇരിക്കുന്ന അതാണ് ബ്ലാക്ക് ഹെഡ്സ് എന്നാണ് വിചാരം. അതിനുമ്പോൾ വൈറ്റ് ഹെഡ്സ് എന്താണെന്ന് പറയാം. വൈറ്റ് ഹെഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ പോഴ്സ് ക്ലോഗ് ആകുമ്പോൾ അതിനുള്ളിൽ നമ്മുടെ സെബം ഉണ്ടല്ലോ, ഓയിൽ, അതെല്ലാം കൂടെ അടഞ്ഞു കൂടിയിരിക്കുമ്പോൾ വൈറ്റ് ഹെഡ്സ് ആയിട്ടിരിക്കും. പക്ഷേ അതിന് ഔട്ടർ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല, ദയവായി അത് വൈറ്റ് കളർ ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഈ പോഴ്സിൽ ഓയിൽ കയറി അടഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡെഡ് സ്കിൻ സെൽസും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മുടെ ഔട്ടർ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഒരു എക്സ്പോഷർ വരുമ്പം അത് ഓക്സിഡൈസ് ചെയ്ത് അതിൻ്റെ കളർ മാറി ബ്ലാക്ക് ആവും. അതാണ് ബ്ലാക്ക് ഹെഡ്സ്. എനിക്ക് മനസ്സിലായ ഒരു ജനറൽ ഐഡിയ ആണ് പറയുന്നത്. പക്ഷേ ഒരു ഡോക്ടറിന്റെ ഒരു വീഡിയോ ഉണ്ട്, പുള്ളിക്കാരൻ അതിനകത്ത് ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വൈറ്റ് ഹെഡ്സ് എന്താണ്, ബ്ലാക്ക് ഹെഡ്സ് എന്താണ്, അത് എങ്ങനെ മാറ്റാം, എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു ലിങ്കിനെ താഴെ കൊടുത്തേക്ക്. മാറ്റാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷൻ തന്നെയാണ്. എക്സ്ഫോളിയേഷൻ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഹണിയും ഷുഗറും കൂടെ മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കുക. ചെറുതായിട്ട് സ്ക്രബ് ചെയ്യുക. കാരണം ഈ ഷുഗറിന്റെ അറ്റം ഭയങ്കര ഷാർപ്പായിട്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ ഡാമേജ് വന്നേക്കാം. ചെറിയ രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ആഴ്ചയിൽ 1-2 തവണ ചെയ്യുന്നത് നല്ലതായിരിക്കാം. അടുത്ത വിഷയമാണ് ടാനിങ്. ടാനിങ്ങിനുള്ള ഉത്തരവും എക്സ്ഫോളിയേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിന് ടൊമാറ്റോ പ്ലസ് ഷുഗർ സ്ക്രബ് യൂസ് ചെയ്യാം. 2011 ഇത് ബ്രിട്ടീഷ് ജേണൽ ഓഫ് ഡെർമറ്റോളജി നടത്തിയ റിസർച്ചിൽ നിന്ന് കണ്ടുപിടിച്ചാണ് തക്കാളിയിൽ ലൈക്കോപ്പീൻ ഉണ്ടെന്ന്. അത് നമ്മുടെ സ്കിന്നിനെ ലോങ് ടേമും ഷോർട്ട് ടേമും ഫോട്ടോ ഡാമേജിൽ നിന്ന് നല്ലൊരു എക്സ്റ്റെൻഡ് പ്രൊട്ടക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഷുഗർ നല്ലൊരു എക്സ്ഫോളിയേറ്റ് കൂടെയാണ്. പക്ഷേ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തെ മേളിലത്തെ ടോപ്പ് ലെയർ അല്ലെങ്കിൽ ഡെഡ് സ്കിൻ സെൽസ് എടുത്ത് മാറ്റാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുക. അപ്പൊ ഇത് പോകുമ്പോൾ നമ്മൾ പുതിയതായിട്ട് വരുന്ന ന്യൂ സെൽസ് അല്ലേ, അത് ഭയങ്കരമായിട്ട് വോൾണറബിൾ ആണ്. അതായത് പെട്ടെന്ന് സൺ ഡാമേജ് പറ്റാനും സൺബേൺ പറ്റാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. പിന്നീടുള്ള ഡാമേജ് കൂടുതലായിരിക്കും. പിന്നെ അത് മാറ്റാൻ ഒരുപാട് നാളാണ്. ഇപ്പൊ എക്സ്ഫോളിയേറ്റ് ചെയ്ത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്താൽ നിങ്ങൾ കറക്റ്റ് ഒരു SPF
ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാനിങ് വരാം, നല്ലൊരു രീതിയിൽ സൺ ഡാമേജ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് SPF ഇടാതെ പുറത്ത് പോകല്ലേ മക്കളെ. ലാസ്റ്റ് കാര്യമാണ് ഓയിൽ സ്കിന്നർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഓപ്പൺ പോഴ്സ്. ഓപ്പൺ പോഴ്സിന് നമ്മൾ മുഖം തണുത്ത വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ പോഴ്സ് ക്ലോസ് ആവും എന്ന് പറയുന്നത് ഒരു കണക്കിന് സത്യമാണ്. പക്ഷേ അത് ഡയറക്റ്റ് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പോഴ്സിൽ ഓൾറെഡി ഓയിൽ കാണും, എന്തെങ്കിലും അഴുക്ക് കാണും. സോ ആ പോഴ്സ് ഷ്രിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഈ ഓയിലൊക്കെ അതിനകത്ത് തന്നെ ട്രാപ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും. സോ അത് ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആവി പിടിക്കുക. ആവി പിടിക്കുന്നത് ഒരു 2 to 3 minutes ആവി പിടിക്കുമ്പോൾ നമ്മുടെ ഈ പോഴ്സ് ഒന്നുകൂടെ ഓപ്പൺ ആവും. അത് മാത്രമല്ല പോഴ്സ് ക്ലീൻ ആവും, ഉള്ളിലുള്ള ഓയിൽസും ഡേർട്ടും അഴുക്കും എല്ലാം പുറത്തു പോകും. അപ്പോൾ ഈ ആവി പിടിച്ചതിന് ശേഷം മുഖത്തൊരു ചെറിയൊരു നനവ് കാണുമല്ലോ, അതിൻ്റെ മേളിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ഇടുക. ഭയങ്കരമായിട്ട് തേച്ച് ഉരച്ചൊന്നും കഴിയേണ്ട ആവശ്യമില്ല. ഒരു നോർമൽ രീതിയിൽ ജെന്റിലായിട്ടൊരു ഫേസ് വാഷ് ഇടുക. അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുഖം ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇതേപോലെ ഡിപ്പ് ചെയ്യുക. 15 to 20 seconds ഡിപ്പ് ചെയ്യുക. നിങ്ങളുടെ പോഴ്സ് നല്ല രീതിയിൽ ഷ്രിങ്ക് ആയിട്ടുണ്ടാവും. സോ ഈ ഒരു പ്രോസസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാം, വീക്ക്ലി ട്വൈസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഒരു ദിവസം ഒരു തവണ കൂടുതൽ ചെയ്യാതിരിക്കാൻ നോക്കുക. സോ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും അധികം പോവാണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നിങ്ങളുടെ ഒരു ക്ലിയർ, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്കിൻ കിട്ടിയിട്ടുണ്ടാവും. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം.